ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു പേരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. ഞാനത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനലിൽ ഇടുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും, അതായത് നമ്മുടെ ഈ ജനറേഷനിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് വളരെ ടൈം കുറവാണ്. കാരണം ഒന്നുകിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ മക്കൾ അനുസരിക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മളതങ്ങ് വിടും. അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, അവർക്കറിയാമല്ലോ. അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ ചിന്തിച്ച് നമ്മൾ നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് നമ്മൾ ആ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം. അപ്പം എനിക്ക് 3 മക്കളാണ്. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളെ ദൈവത്തെ പോലെ കാണില്ല. മക്കൾ ഒരിക്കലും നമുക്ക് ഒരു ദൈവമായിരിക്കരുത്. അല്ലെ നമ്മൾ പറയില്ല, ഒരു വിഗ്രഹമായിരിക്കില്ലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതായത് നമ്മൾ മക്കളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, അവർക്ക് എന്നോടുള്ള സ്നേഹം കുറയുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പല പേരൻസും പറയത്തില്ല. അങ്ങനെ പറയാതിരുന്ന് കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അവരവരുടെ ഇഷ്ടത്തിനങ്ങ് ജീവിക്കും. അവർ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ഇതുള്ളത് ഒരു ടൈം ആയതുകൊണ്ട് അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ അതാണ് ശരിയെന്ന് വിശ്വസിച്ച് അങ്ങനെ രീതിയിൽ ജീവിച്ചു പോകുന്നവരാണ് കൂടുതലും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മക്കളെ ദൈവത്തെ പോലെ കാണരുത്. മക്കളെ ദൈവത്തെ പോലെ കാണത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് അവരെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. കറക്ഷൻസ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട വളരെ ആവശ്യമുണ്ട്. കാരണം അവരെ നമ്മളെ ദൈവമാണ് ഏൽപ്പിച്ച് വളർത്താൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ല അവർക്ക് എങ്ങനെ കറക്ഷൻ കിട്ടും? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ വീട്ടിലൊരു പെറ്റിനെ വളർത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും, അല്ലേ? ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രമല്ലേ അവർക്ക് ആ ഒരു ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാ കാര്യം അവരുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അവർ പുറത്ത് പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്, അവർ റെസ്പോൺസിബിൾ ആകുക എന്നുള്ള കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ നമുക്ക് ടൈമില്ലെന്ന് മാത്രമല്ല നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ അവരെ അങ്ങ് വിടുകയാണ്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിപ്പോഴേലും നമ്മൾ കറക്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പല ആവശ്യമില്ലാത്ത കാര്യങ്ങളും നമ്മൾ കാണേണ്ടതും പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരു വീഡിയോയിലൊന്നും പറയാൻ പറ്റില്ല. മുന്നോട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസിൽ ഞാനത് പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: മക്കളെ ദൈവത്തെ പോലെ കാണരുത്. മക്കളെ കറക്റ്റ് ചെയ്യണം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എസ്പെഷ്യലി നമുക്കും ചില കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. ജെൻറ്റിൽ പേരൻറ്റിങ്, സോഫ്റ്റായിട്ട് മക്കളെ കൈകാര്യം ചെയ്യണം, ഇമോഷണലി അവരെ ഒന്നും പറയരുത്. ഞാൻ പറഞ്ഞു, അവരെ റഫ് ആൻഡ് ടഫ് കണ്ടീഷൻസിൽ കൂടെ തന്നെ അവരെ വളർത്തണം. നമുക്കിപ്പോൾ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ പൈസയെല്ലാം പ്രൊവൈഡ് ചെയ്ത് അവരെ വളർത്തില്ല. എന്നാൽ പൈസ തീരെ ഇല്ലാത്തതുകൊണ്ട് അവരെ തീരെ അങ്ങ് സഫർ ചെയ്യാനും വിടരുത്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തി എക്സാക്ട് രീതിയിലായിരിക്കരുത് നമ്മൾ വളർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഒരു നോളജ് ഉണ്ടല്ലോ, അതും കൂടെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്ത് ചെയ്യണം ആൺകുട്ടികളെ എങ്ങനെ വളർത്തണം, പെൺകുട്ടികളെ എങ്ങനെ വളർത്തണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പറയാനായിട്ട്. അപ്പം എനിക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഇനിയിപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പിള്ളേരുടെയൊക്കെ ഓരോ ബിഹേവിയർ കാണുമ്പോൾ പല രീതിയിലും നമ്മളിൽ നിന്ന് എക്സാക്ട്ലി ഓപ്പോസിറ്റാണ് അവർ പലതും തിങ്ക് ചെയ്യുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. അവരുടെ കാഴ്ചപ്പാടും പല കാര്യങ്ങളും നല്ലതുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ അവരെ ഡിസിപ്ലിൻഡ് ആയിട്ടും കൺട്രോൾ ചെയ്തും അല്ലെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കീഴിൽ കൂടെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. അത് നമ്മൾ ചെയ്താലേ പറ്റത്തുള്ളൂ. വാല്യൂസ്, കൾച്ചർ, മോറൽസ്, ഇതെല്ലാം നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ അവർക്ക് എവിടെ നിന്ന് അറിയാനാ? ഇപ്പം ഞാൻ പറയട്ടെ, അവർ കാണുന്ന മൂവി ആണെങ്കിലും അവർ കാണുന്ന എന്തുവാ സീരിയൽ, സംതിങ് ലൈക്ക് OTT, അങ്ങനെ എന്തൊക്കെയുള്ളൂ. ഞാൻ മൂവി കാണാത്ത ഒരാളാണ്. അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് ഇപ്പം എങ്ങനെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നുള്ളത്. പക്ഷേ റിയലി, അതായത് ബേസിക്കലി മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ചില ബേസിക് വാല്യൂസ്, കൾച്ചർ, ഇതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിച്ച് വേണം ജീവിക്കാൻ. അതവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു വാസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞാനീ പറയാൻ ഉദ്ദേശിക്കുക. എൻ്റെ ഒരു ചെറിയൊരു രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഒരു ഗ്രാൻഡ് മദറുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് അവർക്ക് ഇപ്പം എൻ്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇവിടെ പ്രശ്നമുണ്ട്,
എൻ്റെ പേരൻസ് താമസിക്കുന്നിടത്ത് പ്രശ്നമുണ്ട്, നമുക്കെല്ലാം നമ്മുടെ പേരൻസുമായിട്ട് ഇഷ്യൂ ഉണ്ട്, ഗ്രാൻഡ് പേരൻസുമായിട്ട് ഇഷ്യൂ. പക്ഷെ നമ്മളതെല്ലാം സോൾവ് ചെയ്തും അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മൾ പേഷ്യൻസ് കാണിച്ച് നമ്മളത് മുന്നോട്ട് പോകും. അതിന് ഈ ഒരു വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിള്ളേർക്ക് വേണ്ടുന്ന കൺട്രോൾസ് അവർക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. അവർക്ക് സർവ്വ ഫ്രീഡവും. അതാണ് വേറൊരു കാര്യം. ഇപ്പം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും തലയിൽ കയറി നിരങ്ങാനുള്ള ഒരു ഫ്രീഡമല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു ഫ്രീഡമാണ് നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അത് വേറൊരാളെ ചീത്തയാക്കാനും നശിപ്പിക്കാനും വേറൊരാളോട് മോശമായിട്ട് സംസാരിക്കാനും ഉള്ളൊരു ഫ്രീഡമല്ല. ഓക്കെ, നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ല, നമ്മൾ വീടുകളിൽ പറഞ്ഞാൽ തീർക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കൺട്രോൾസും റെഗുലേഷൻസും പിള്ളേർക്കില്ലാതെ അവരെ തലയിൽ കയറ്റി വളർത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്തുമാത്രം നമ്മൾ അപ്പം ഇൻസൾട്ടഡ് ആവും അല്ലേ? എന്തായാലും ഒരു ഭാഗം സൊസൈറ്റിയിൽ കുറച്ച് ആൾക്കാരുണ്ട് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നവർ, കുറേ ആൾക്കാർ അല്ലാതെ ജീവിക്കുന്നവരുമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മുടെ വീട്ടിലാണ് ഇതൊക്കെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എങ്ങനെ ബിഹേവ് ചെയ്യണം, വീട്ടിലുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, പുറത്തുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം. നമുക്ക് ഡെഫിനറ്റ്ലി ലോകത്തുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും കാണാനും പറ്റത്തില്ല അല്ലേ? നമുക്ക് കുറേ ആൾക്കാർ നമ്മുടെ ഒത്തിരി പേഴ്സണലായിരിക്കും, കുറേ ആൾക്കാർ നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എല്ലാ ആൾക്കാരും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം എന്നും പറഞ്ഞാൽ നമുക്ക് എല്ലാവരോടും പോയി വഴക്കുണ്ടാക്കാനൊന്നും പറ്റത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വളരെ വാലിഡ് പോയിൻ്റാണ്. കാരണം ഇന്നിപ്പോൾ കാണുന്ന പല ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയയിൽ വളരെ എന്താ പറയുക, വളരെ നീറ്റായിട്ടിരുന്നവരൊക്കെ ഇപ്പം നീറ്റ് അല്ലെന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം നമ്മൾ പുറത്ത് കാണിക്കുന്ന ആളല്ല, നമ്മുടെ റിയലി നമ്മൾ എന്താണെന്നുള്ളത് എപ്പോഴായാലും പുറത്ത് വരാതിരിക്കില്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ ജെന്യുവിനായിട്ട് ജീവിക്കാൻ പഠിക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കണം. ഇത് നമ്മൾ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടീഷൻ വളരെ മോശമായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കുള്ള വീഡിയോ ഇത് മതിയെന്ന് തോന്നുന്നു. ഇനി മുന്നോട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ, അതായത് ഞാനൊന്നും ഉണ്ടാക്കി പറയുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് അവർ വരുത്താതിരിക്കാൻ നോക്കും. ഒരുപാട് കാര്യങ്ങൾ ഇവർ മിടുക്കരാന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവർ വളരെ പൂവറാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്നത്തേക്ക് മതി. ബാക്കിയാണ് വേറൊരു ദിവസം എന്തെങ്കിലും വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതെൻ്റെ വലിയൊരു ഡ്രീമാണ് യൂട്യൂബിൽ നല്ലൊരു രീതിയിൽ വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.